Hope, okay. All right. Thank you so much for joining. Good morning, everyone. So, how are you doing? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ പല പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. പല പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള നമ്മളുടെ ടൈം മാനേജ്മെന്റ് പ്രോഗ്രാം, അതേപോലെ തന്നെ അതായത് ഡീപ് പ്രൊക്കാസിനേഷൻ, അതേപോലെ മൈൻഡ് പവർ പ്രോഗ്രാം, ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ പ്രോഗ്രാം, പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ നല്ല അവരുടേതായിട്ടുള്ള ലൈഫിൽ റിസൾട്ടും സംഗതികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് എനിക്കൊന്ന് ശരത് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ സ്പോട്ട് ലൈറ്റിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളുടെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഗോളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ ഗോളുകളും നിങ്ങൾ അച്ചീവ് ചെയ്യുക? ഹൗ ക്യാൻ യു അച്ചീവ്? ഗോളുകൾ അച്ചീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനു മുൻപ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോളുകൾ, നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് എന്താണ് വേണ്ടത്? ഓരോരുത്തർക്ക് പല ഗോളുകൾ ഉണ്ടാവും. അപ്പൊ ആ ഗോളുകളെ കുറിച്ചൊന്ന് വെച്ചാൽ എഴുതി വെക്കും. നിങ്ങളുടെ കയ്യിൽ നോട്ട് പാഡ് പേനയുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? വാട്ട് യു വാണ്ട് ടു അച്ചീവ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ക്ലാരിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? വരുത്തി വെക്കണം. ഞാൻ ഓഡിബിൾ ആണോ? എനിക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? am I audible? ഞാനിവിടെ സ്റ്റക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ശരത്, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. റാഷി, ഓക്കെ, വെരി ഗുഡ്. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഗോളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പല രീതിയിലുള്ള ബെനഫിറ്റ്സുകൾ ഉണ്ടാവും. നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഗോളുകൾ, നേട്ടങ്ങൾ, സംഗതികളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം ഒരു ലിസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ നെക്സ്റ്റ് സൈഡിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യം. ഏതെല്ലാം ദുശീലങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കണം, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം. ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് ഇൻ യുവർ മൈൻഡ് എന്ന് പറയുന്ന സംഗതി. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ സൃഷ്ടിക്കുക എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ മനസ്സിനുള്ളിൽ നമുക്ക് ആ ഗോൾ എങ്ങനെയാണോ വേണ്ടത് അത് അതുപോലെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ക്രിയേറ്റ് ഇൻ യുവർ മൈൻഡ്. കാരണം ഈ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നേടിയിട്ടുണ്ടോ, ആദ്യം അവർ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരാഗ്രഹം അവരുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് അവരത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതിനു വേണ്ടിയിട്ട് അവര് ഇറങ്ങി തിരിച്ചു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ മനസ്സിൽ ആദ്യം അതെന്ത് ചെയ്തു? അതിൽ ക്രിയേറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് ചിന്തിച്ചു. ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങളുടെ ഗോളിനെ കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു രൂപരേഖ ഉണ്ടാക്കുക. എങ്ങനെ നിങ്ങൾ അച്ചീവ് ചെയ്യും? എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ഓരോ ഘട്ടം എന്താണ്? അതെങ്ങനെയൊക്കെ ആയിരിക്കും? അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. നമുക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്ത മനസ്സിൽ കൊടുത്തുകൊണ്ടേയിരിക്കാം. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്, ഓൾ ദാറ്റ് വി ആർ ഈസ് ദ റിസൾട്ട് ഓഫ് വാട്ട് വി ഹാവ് തോട്ട്. നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്താണോ ചിന്തിച്ചത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് അനുഭവിക്കുന്നത് എന്താണ്? എത്ര കാലം നമ്മൾ എന്താണോ ചിന്തിച്ചത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോ അദ്ദേഹം പറയുന്നു,
മൈൻഡ് ഈസ് എവറിത്തിങ്. മനസ്സാണ് എല്ലാം. വാട്ട് വി തിങ്ക് വി ബിക്കം. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായിത്തീരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് ആയിത്തീരാൻ പറ്റും, അത് നേടിയെടുക്കാൻ പറ്റും. വാട്ട് വി തിങ്ക് വി ബിക്കം. അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകവും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻസ്, ആക്ഷൻസ് ബിക്കം ഹാബിറ്റ്സ്, ആൻഡ് ഹാബിറ്റ്സ് ബിക്കം യുവർ ക്യാരക്ടർ, ആൻഡ് ക്യാരക്ടർ ഡിഫൈൻസ് യുവർ ഡെസ്റ്റിനി. അതായത് ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നു. സ്വഭാവം ഉണ്ടായത്, ആ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. ഈ വിധി എവിടുന്നാ വന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എവിടുന്നാ വന്നത്? സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? വിധി വന്നത് സ്വഭാവത്തിൽ നിന്ന്, സ്വഭാവം വന്നത് ശീലങ്ങളിൽ നിന്ന്, ശീലങ്ങൾ വന്നത് പ്രവർത്തിയിൽ നിന്ന്, പ്രവർത്തികൾ വന്നത് വാക്കുകളിൽ നിന്ന്, വാക്കുകൾ വന്നത് യെസ് അസീന ജലീൽ റൈറ്റ്. വാക്കുകൾ വന്നത് എവിടുന്നാ? ചിന്തയിൽ നിന്ന്. ചിന്തയാണ് തുടക്കം. ചിന്തയിൽ നിന്നാണ് നിങ്ങളുടെ വിധി ഉണ്ടാവുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ നേടിയെടുക്കും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ മോസ്റ്റ് വിൽ മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ അസുഖത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ അസുഖം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ അത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ അത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക കടബാധ്യതകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടത്, നിങ്ങൾക്ക് ആരാണ് ആയിത്തീരേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഗോളുകൾ നേടിയെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. അധികം ആൾക്കാരും വിജയിക്കാത്തതിന്റെ, സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ, പരാജയപ്പെടുന്നതിന്റെ കാരണം അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സ് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ചെകുത്താന്റെ പണിശാലയാണെന്ന്. അതായത് നിങ്ങൾ വെറുതെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കും. അതുമല്ലെങ്കിൽ പറയാം, നിങ്ങൾ പലപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കുക. സോഷ്യൽ മീഡിയയിലേക്ക്, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ശക്തമായ ലക്ഷ്യം ഉണ്ടാവണം. 2 ടൈപ്പ് ഗോളുകളുണ്ട്: പുള്ളിംഗ് ഗോൾ, പുഷിംഗ് ഗോൾ. പുള്ളിംഗ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുഷിംഗ് ഗോൾ ആദ്യം പറയാം. പുഷിംഗ് ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് തള്ളി നിർബന്ധപൂർവ്വം താല്പര്യമില്ലാതെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. പുള്ളിംഗ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ലക്ഷ്യം എന്ത് ചെയ്യും? നമ്മളെ അങ്ങ് വലിച്ചെടുക്കും. നമ്മൾ അതിലോട്ട് അങ്ങ് പുള്ള് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ, ഇഷ്ടമുള്ള മേഖലയിൽ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന, താല്പര്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു എന്താ പറയാ, ഒരു ഇഷ്ടത്തോടു കൂടി താല്പര്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഗോളുകൾ സെറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മളുടെ ഗോളുകൾ നമുക്ക് ഇഷ്ടമുള്ളതായി, 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ജീവിതത്തിൽ ഗോളുകൾ നമുക്കുണ്ടാവും. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് അത് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ജോലി ചെയ്യുക, ഇഷ്ടമുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എങ്ങനെ എന്നുള്ളത് ചിന്തിക്കേണ്ട, അത് വരും, അത് നേടിയെടുക്കും. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചിന്തിക്കുമ്പോൾ അതിലേക്ക് വേണ്ട വഴികൾ തെളിയും, അതിലേക്ക് വേണ്ട വ്യക്തികൾ വരും, അതിലേക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കും, അതിലേക്ക് വേണ്ട. Panamá, 8 de la noche, en su debut en la
Hello? What is happening? ഹലോ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ശരത് ഒരു കാര്യം ചെയ്യാം. ശരത്, ഞാനൊന്ന് ലീവ് ചെയ്യുന്നുണ്ട്, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, ഉടനെ തന്നെ എല്ലാവരോടും പറയാണ്, ഞാനൊരു 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും. ഓക്കെ, 1 മിനിറ്റ് ഓർ 30 സെക്കൻഡ്സിനുള്ളിൽ തിരിച്ചു വരും. ഓക്കെ, എനിക്കിവിടെ നിങ്ങളെ ഒന്നും നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സിസ്റ്റം സ്റ്റക്ക് ആയിട്ടാണ് ഉള്ളത്. Okay. Hi, I'm back. I'm sorry for the problem. Okay, ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. Can we see? Hello? Yes, give me a thumbs up. Okay, very good. So, നമ്മളുടെ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? ആ പോയിന്റിലേക്ക് വരാം. ശരത്, നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യൂ കേട്ടോ, സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പോ ചോദ്യം എന്താണ്? അടുത്തൊരു നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് എന്താണ്? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? വാട്ട് വാസ് ദ ലാസ്റ്റ് പോയിന്റ്? ഒന്ന് പറയാൻ പറ്റുമോ? എനിബഡി ഒന്ന് കമന്റിൽ. വാട്ട് വാസ്, ഞാൻ കുറച്ച് ആ ഫ്ലോ നഷ്ടപ്പെട്ടു പോയി. വാട്ട് വാസ് ദ ലാസ്റ്റ് പോയിന്റ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്? ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? യെസ്, ടെൽ മീ, ലെറ്റ് മീ നോ. ഇഷ്ടമുള്ള ഗോൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അസിന പറയുന്നു ഇഷ്ടമുള്ള ഗോൾ സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതൊക്കെ എനിക്ക് പറ്റുമോ, ഇനി എനിക്ക് സാധിക്കുമോ? അവിടെയാണ് നിങ്ങൾ മിറക്കിൾസിൽ വിശ്വസിക്കേണ്ടത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അടുത്ത ഒരു 6 മാസം കൊണ്ട് പറ്റുന്നല്ല ഞാൻ പറയുന്നത്, 1 വർഷം കൊണ്ട് പറ്റുന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട് പറ്റിയാലോ. സോ ഓൾവേസ് പുള്ളിങ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഇഷ്ടമുള്ള ഗോളുകൾ സെറ്റ് ചെയ്യണം. ആ ഇഷ്ടമുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിലേക്ക് പുള്ള് ചെയ്യപ്പെടും. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അതിനെക്കുറിച്ച് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനെക്കുറിച്ച് തന്നെ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക, അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, മനസ്സിൽ അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് വറീഡ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ആൻഡ് ദാറ്റ്സ് കോൾഡ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങളിലേക്ക് അത് വന്നു ചേരും. ആ ജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരും. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചാൽ അതിൽ വരും. അപ്പൊ അധികം ആൾക്കാരും എന്താണെന്ന് വെച്ചാല് അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ ഇഷ്ടമുള്ള മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യും? ഗോളുകൾ സെറ്റ് ചെയ്യാം. ഇനി ഇഷ്ടമില്ലാത്ത, അത്ര വലിയ ഇഷ്ടമില്ലാത്ത മേഖലയിലാണ് ഗോൾ സെറ്റ് ചെയ്തത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഇനിയിപ്പോ ഇഷ്ടമുള്ള ഗോളുകളാണെങ്കിൽ പോലും ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കഷ്ടപ്പാടോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ, ഇഷ്ടമില്ലാത്ത കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്താലേ ഇഷ്ടമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കൂ. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അതായത്
ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക്, സ്വപ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ട് എങ്കിൽ കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മെഡിറ്റേഷൻ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല, ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഇഷ്ടം ഉണ്ടാവില്ല, രാവിലെ എണീക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, പ്ലാൻ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല, പഠിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, ഫോൺ കോൾ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല, സെയിൽസ് ചെയ്യുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. ബട്ട് ആ ഇഷ്ടമില്ലാത്ത കാര്യത്തെ, കഷ്ടപ്പാടുള്ള കാര്യത്തെ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ യു ഹാവ് ടു ലവ് വാട്ട് യു ഡു. യു ഹാവ് ടു ലവ്. ഇഷ്ടത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇഷ്ടമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്ത, കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉള്ള സുഖ സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല, കഷ്ടപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ. സോ യു ഹാവ് ടു ലവ് what you hate doing it. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. യു ഹാവ് ടു ലവ്. യു ഹാവ് ടു ലവ്. ഇഷ്ടപ്പെട്ടേ പറ്റൂ. വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ്സ് കോൾഡ് അക്സെപ്റ്റ്. അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ്, ഇതെനിക്ക്, ഞാൻ ഇത് കഷ്ടപ്പെട്ടാലാണ് എനിക്കിത് തരുന്നത്. എനിക്ക് ഈ ലൈഫ് തരുന്നത് ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, കഷ്ടപ്പാടുള്ള ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കെന്നും നഷ്ടപ്പെടാതെ എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അക്സെപ്റ്റ് ചെയ്ത്, അതിനെ റെസ്പെക്ട് ചെയ്ത്, അത് ഇതെനിക്ക് തരുന്നത് ഇതാണ്. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഷുഡ് കീപ്. ഐ ഹാവ് ടു കീപ് ഇറ്റ്. ഐ ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ വർക്ക് ചെയ്തേ പറ്റൂ, ഞാൻ പ്ലാൻ ചെയ്തേ പറ്റൂ, ഞാൻ വർക്ക് ചെയ്തേ പറ്റൂ, ഞാൻ പഠിച്ചേ പറ്റൂ, ഞാൻ ട്രാൻസ്ഫോം ചെയ്തേ പറ്റൂ, ഞാൻ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഐ ഹാവ് ടു ഡു ഇറ്റ് എവറി ഡേ, again and again and again and again and again and again. Yes or no? So we have to do it again and again and again. And what happens? People will, നമ്മളത് നിരന്തരം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫോം ചെയ്തു വരും. So don't worry about anything. You can transform your life. നിങ്ങളുടെ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ നിങ്ങളോട് പറയുക, ഗോളുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രാവിലെ എണീറ്റിട്ട് നിങ്ങൾ പറയേണ്ട ഒരു വാക്കുണ്ട്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ്. രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങൾ എന്ത് റിപ്പീറ്റ് ചെയ്യുക? ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ്. ഒരു കാര്യം നിങ്ങൾ പറയേണ്ടത്, ഞാൻ എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനർത്ഥം എന്താ വെച്ചാൽ ഞാനാണ് ദൈവം എന്നല്ല കേട്ടോ, ഞാനാണ് എൻ്റെ സൃഷ്ടാവ് എന്നുള്ളതല്ല. എൻ്റെ ജീവിതം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, സൃഷ്ടിക്കാൻ പറ്റും. എൻ്റെ ജീവന്റെ സൃഷ്ടാവല്ല, എൻ്റെ ജീവിതം സൃഷ്ടിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് ഞാൻ വിചാരിച്ചാൽ മാത്രമേ മാറൂ. സോ ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ്. അർത്ഥം മാറരുത്, വേറെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ജീവന്റെ സൃഷ്ടാവ് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടാവ് ഞാനാണെന്നല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ജീവിതം എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഐ ക്യാൻ ക്രിയേറ്റ് മൈ ലൈഫ്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ്. ഓക്കെ? അത് അഹങ്കാരമല്ല, അത് ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യലാണ്, ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യലാണ്. ഞാൻ പണിയെടുക്കണം എന്നുള്ള ഉത്തരവാദിത്ത ബോധമാണ്. അത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. എൻ്റെ ലൈഫ് എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫ് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് ദൈവമല്ല കാരണക്കാരൻ, അതിന് ചുറ്റുപാടുകളല്ല കാരണക്കാരൻ, എൻ്റെ മാതാപിതാക്കളല്ല, എൻ്റെ സുഹൃത്തുക്കളല്ല, എൻ്റെ ഗവൺമെന്റ് അല്ല, എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ അധ്യാപകരല്ല. ഞാനാണ്. I can change my life. I can change my life. I can change my life. I am the creator of my life എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. സോ ഫസ്റ്റ് മോർണിംഗിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ഗോളുകൾ നിങ്ങൾക്ക് കണ്ട് ചെയ്തെടുക്കണോ? യു ഡു ദിസ്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന വാചകം നിങ്ങളോട് പറയാം. അടുത്തത് എന്താണ്? അടുത്തത് നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഐ സറണ്ടർ മൈസെൽഫ് ടു ദ പ്രോസസ്. I trust in the process and surrender myself to the process. ഈ പ്രപഞ്ചം എനിക്കായി ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ഞാൻ എന്നെ സറണ്ടർ ചെയ്യുന്നു. അതായത് എൻ്റെ
ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട്, പ്രകൃതിക്കൊരു പ്ലാനുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് പ്രകൃതി എന്ത് ചെയ്യും? പ്ലാനുകൾ തയ്യാറാക്കി എന്നെ സഹായിക്കും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ കടന്നു പോകേണ്ട ചില കടമ്പകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അത് നല്ലതിനാണ് ആ പ്രയാസം വരുന്നത്. അത് എന്നെ കഴിവുകൾ പഠിപ്പിക്കാനാണ്. ഐ സറണ്ടർ മൈസെൽഫ്. നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇത് ഒരു സംഗതികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളോട് പറയാം, ഐ അക്സെപ്റ്റ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് ദ പ്രോസസ്. ഐ അക്സെപ്റ്റ് മൈ സിറ്റുവേഷൻ. അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിൽ അഡ്ജസ്റ്റ് ചെയ്യല്ല. അക്സെപ്റ്റൻസ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ അതിലൂടെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അനുവദിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ യു ട്രാൻസ്ഫോം ത്രൂ ദാറ്റ് ആൻഡ് യു അക്സെപ്റ്റ്, യു ട്രാൻസ്ഫോം. സോ സറണ്ടർ യുവർ സെൽഫ്. അപ്പൊ രാവിലെ എണീറ്റിട്ട് പറയേണ്ട അടുത്തൊരു സംഗതി എന്ന് വെച്ചാൽ, നിങ്ങൾ ഐ സറണ്ടർ മൈ സെൽഫ് ടു ദ പ്രോസസ്. 21 ദിവസം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു. 21 days. I am the creator of my life. I surrender myself to the process. രാവിലെ എണീക്കാൻ ഇത് നിങ്ങൾ പറയാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ്? നിങ്ങളിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഡെവലപ്പ് ചെയ്യും, ഒരു ഹോപ്പ് ഡെവലപ്പ് ചെയ്യും, ഒരു പ്രതീക്ഷ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യും? ത്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങും. അടുത്തൊരു വേർഡും കൂടി പറയാം. I accept, I welcome all the good ideas, good people. I welcome all the good ideas, good people, good money, good opportunities into my life. I attract all the good ideas, good people, good circumstances, good money, good health, good opportunities into my life. അതായത് മലയാളത്തിൽ പറയാം, ഞാൻ നല്ല ആശയങ്ങൾ, നല്ല അറിവുകൾ, നല്ല അവസരങ്ങൾ, നല്ല വ്യക്തികൾ, നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല കുടുംബജീവിതം എന്നിവ എന്നിലേക്ക് ആകർഷിക്കുന്നു. നല്ല ആശയങ്ങൾ, നല്ല അവസരങ്ങൾ, നല്ല സമ്പത്ത്, നല്ല വ്യക്തികൾ, നല്ല കുടുംബജീവിതം, നല്ല ആരോഗ്യം എന്നിവ എന്നിലേക്ക് ഞാൻ ആകർഷിക്കുന്നു. ഇത് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു മന്ത്രമാണ്, വിജയമന്ത്രമാണ്. വിജയിക്കാനുള്ള ലക്ഷ്യങ്ങളരം ഇത് നിങ്ങൾ പറയുന്നതിലൂടെ. എന്താ പറഞ്ഞത്? നല്ല ആശയങ്ങൾ. എന്തിനുള്ള നല്ല ആശയങ്ങളാ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ നല്ല ആശയങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ആശയങ്ങൾ വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല ആശയങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർ പറയുക എന്ത്? അവർ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തുടർച്ചയായി ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. താങ്ക് യു രഹന, ഹാവ് എ ഗ്രേറ്റ് ഡേ. സോ എന്താ പറഞ്ഞത്? നല്ല ആശയങ്ങൾ, നല്ല ആശയങ്ങൾ എന്ന് പറഞ്ഞ പോലെ നല്ല തുടർച്ചയായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ മാറ്റേണ്ടത്
നിങ്ങൾ നിങ്ങളോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നിരന്തരം സംസാരിക്കുന്ന ഡയലോഗുകൾ ചേഞ്ച് ചെയ്യുക. കാരണം നിങ്ങൾ എന്താണോ നിങ്ങളോട് പറയുന്നത് അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സ്വർണം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മളോടാണ്. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ നമ്മളോട് നമുക്ക് വേണ്ട ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുക, നമുക്ക് വേണ്ട മാറ്റത്തെ കുറിച്ച് സംസാരിക്കുക. മനസ്സിലാവുന്നു? മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമുക്കെന്താ വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മുടെ മനസ്സിൽ അത് തന്നെ നിറക്കുക. നമുക്ക് എന്ത് മാറ്റം വേണം? ഞാൻ മടിയനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഊർജ്ജസ്വലതയോടുകൂടി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ നല്ല ഊർജ്ജസ്വലതയോടുകൂടി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യുക. ചേഞ്ച് യുവർ സ്റ്റോറി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ചേഞ്ച് യുവർ സ്റ്റോറി, ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്യുക. ക്ലിയർ ആണോ? ചേഞ്ച് യുവർ സ്റ്റോറി, ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല രീതിയിൽ ബിസിനസ് കസ്റ്റമേഴ്സ് വരണം. എൻ്റെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് സെയിൽ നടന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പറ്റുമെങ്കിൽ 20 തവണ ഇതേ വാചകം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഇറ്റ് വിൽ ചേഞ്ച് ദ വേ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണോ? യു ചേഞ്ച് യുവർ സ്റ്റോറി. നിങ്ങൾ നിങ്ങളോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങളുടെ അവയർനെസ് ചേഞ്ച് ആവും. അവയർനെസ് എന്ന് പറഞ്ഞാൽ ബോധം. ഇപ്പോൾ നിങ്ങൾക്കുള്ള ബോധം എന്താണ്? അവബോധം എന്താണ്? എന്ത് ബോധമാണുള്ളത്? ഇപ്പോൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലുള്ള ചിന്തകൾ എന്താണ്? ആ ചിന്തകൾ ചേഞ്ച് ആവണം. ആ ചിന്തകളെ പറയുന്ന പേരാണ് അവയർനെസ്. ഇപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കിട്ടുമോ? കിട്ടും കിട്ടും കിട്ടും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടുമായിരിക്കും. എനിക്ക് കിട്ടൂല, ഞാൻ മടിയനാണ്, ഞാൻ 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 കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല പറ്റില്ല, എനിക്ക് കിട്ടും 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 കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ആ കൺഫ്യൂഷൻ എന്ത് ചെയ്യണം? മറികടണം. യു ഹാവ് ടു ചേഞ്ച്, യു ഹാവ് ടു പ്രാക്ടീസ്. മനഃപൂർവ്വം എഫേർട്ട് ഇട്ടേ പറ്റൂ, വെറുതെ നടക്കൂല, പണിയെടുത്തേ പറ്റൂ. അക്സെപ്റ്റ് ദ റിയാലിറ്റി. ഇതാണ് അതിന്റെ റിയാലിറ്റി. പണിയെടുത്തേ പറ്റൂ, എന്നെ ചേഞ്ച് ചെയ്തേ പറ്റൂ. എല്ലാ ദിവസവും രാവിലെ ഈ ക്ലാസ്സുകൾ വന്ന് കേട്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. എന്തിനാണ് നമ്മളിങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്ന? പറഞ്ഞു തന്നെയാണ് പറയുന്നത്. റൈറ്റ് അല്ലേ? എന്തിനാ പറയുന്നത്? മനസ്സിൽ അവബോധം സൃഷ്ടിക്കാനാണ്. ആ ഒരു ചിന്ത. ഇത് എന്തിനാ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താ? വീണ്ടും വീണ്ടും മോർണിംഗ്ലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതിന് ഇതിപ്പോ ഒരുപാട് തവണ പറഞ്ഞതാ, പലതവണ പറഞ്ഞതാ, പല രൂപത്തിൽ പറഞ്ഞതാ, പല ഫിലോസഫിയിൽ പറഞ്ഞതാ, പല എക്സാമ്പിൾസിൽ പറഞ്ഞതാ, പല അനാലജി വെച്ച് പറഞ്ഞതാണ്, പല അല്ലെ മെറ്റാഫർ വെച്ച് പറഞ്ഞതാണ്. വൈ? ബിക്കോസ് വി ഹാവ് ടു അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ഡെയിലി പറയുന്നുണ്ട്. 10-30 കൊല്ലമായിട്ട് ശീലിച്ചത് കൊണ്ട് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. എന്നെ കൊണ്ട് നടക്കുവോ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് ഡൗൺ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെഗറ്റീവ് ആയി പോകുന്നുണ്ട്, ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മരുന്നാണ് രാവിലെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? തരുന്നത്, കുത്തിവെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. ആ ചിന്താ മണ്ഡലത്തില് മറ്റുള്ളത് കയറുമ്പോ, നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികളും കാര്യങ്ങളും ഒക്കെ കയറുമ്പോ അതിനെ തുടച്ചു നീക്കാനാണ് രാവിലെ ഈ ഒരു മോർണിംഗ് സെഷനിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ആണോ? ഹെൽപ്ഫുൾ ആണോ? യെസ്, യെസ്, ടു ചേഞ്ച് അവർ ലൈഫ്. കറക്റ്റ് ആണ് അനിത. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അതിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, എല്ലാ ദിവസവും പറയുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. സോ വി ആർ ചേഞ്ചിങ് അവർ ലൈഫ് വൺ ബൈ വൺ ആയിട്ട്. നമ്മൾ എന്താ വെച്ചാൽ ഓരോ ദിവസവും പുതിയ രീതിയിൽ പുതിയ സംഗതികൾ, എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. സോ
ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ലോകത്ത് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം, മിറക്കിൾസിൽ വിശ്വസിക്കണം. ലോജിക്കലി മാത്രം ചിന്തിക്കരുത്. ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ള ചിന്താഗതി മാത്രമാവരുത്. ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദുഃഖം കൂടുതലായിരിക്കും. അനലിറ്റിക്കൽ മൈൻഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ദുഃഖം കൂടുതലായിരിക്കും, പ്രയാസമായിരിക്കും. വലിയ കാര്യങ്ങൾ സംഭവിക്കില്ല, വലിയ അനുഗ്രഹങ്ങൾ ലൈഫിൽ സംഭവിക്കില്ല, മിറക്കിൾസ് സംഭവിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജീവിതം എളുപ്പമാകില്ല, അവർക്ക് പലപ്പോഴും പ്രയാസമായിരിക്കും. ഇവിടെ എത്ര ലോജിക്കൽ മൈൻഡ് തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്? എല്ലാത്തിനും കാര്യകാരണങ്ങൾ വേണം എന്ന് തോന്നുന്ന, അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുക? ഇതെങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കൺവിൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആൻസറുകൾ കിട്ടണം. യെസ് ഓർ നോ? ശരിയാണോ? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ, നീ ഒന്ന് കമന്റ് ചെയ്തേ. എനിക്ക് അതെങ്ങനെയാ സംഭവിക്കുക? ആ ഒരു ക്യൂരിയോസിറ്റി നല്ല ക്വാളിറ്റിയാ, എല്ലാം അനലൈസ് ചെയ്യണം, നല്ല കഴിവാ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. എനിക്ക് അതിന്റെ ഒരു കാരണം അറിയണം, എനിക്ക്. അല്ലെങ്കിൽ ലോജിക്കൽ മൈൻഡ് ഉള്ള ആൾക്കാർ യെസ് എഴുതി കമന്റ് ചെയ്യും, കമന്റ് ചെയ്യും, കമന്റ് ചെയ്യും, കമന്റ് ചെയ്യും, കമന്റ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം, ഇവർ ലൈഫിൽ ഭയങ്കര പ്രയാസം അനുഭവിക്കും. അപ്പൊ അതെന്താ വെച്ചാല് അതിനെ ചേഞ്ച് ചെയ്യണം. ആ ലോജിക്കൽ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുകളയണം, ലെറ്റ് ഗോ ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യണം. എനിക്ക് ഇതിന്റെ ലോജിക്കൊന്നും അറിയണ്ട, എനിക്ക് അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. പോരേ, അപ്പം തിന്നാ പോരേ? നിങ്ങൾ അപ്പം തിന്നാൻ വന്നതാ. ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കിയേ? അതിൽ എത്ര കുഴിയുണ്ട്? ഇത് എങ്ങനെ ഉണ്ടായത്? ഇത് എത്ര സമയം എടുക്കും? ഇതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അറിയാൻ പോകരുത്. അപ്പോൾ അതെന്താകും? തടസ്സമാകും. അതെങ്ങനെ സംഭവിക്കുക? ഇതെങ്ങനെ സംഭവിക്കുക? പണം കിട്ടിയാൽ പോരെ? സമ്പത്ത് വന്നാൽ പോരെ? നല്ല രീതിയിൽ സമ്പത്ത് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഈ പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? 5 കോടി ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഇതെങ്ങനെ ഉണ്ടാക്കും? അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എനിക്ക് പോസിബിൾ ആവും, എനിക്കതൊന്നും നടക്കില്ലല്ലോ എന്ന ചിന്താഗതി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ 5 കോടി ഉണ്ടാക്കാനുള്ള വഴിയെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നുള്ളതല്ല. വഴിയൊക്കെ നമുക്ക് ചിന്തിക്കാം, അത് വന്നോളും, എല്ലാം വന്നോളും. വഴികൾ വന്നോളും, ആശയങ്ങൾ വന്നോളും, എല്ലാം വന്നോളും. അത് വരാൻ അനുവദിക്കണം. എങ്ങനെ വരിക? ഞാനിങ്ങനെയല്ലേ, എനിക്ക് ഇത്രയല്ലേ അറിവുള്ളൂ, എനിക്ക് ഇത്രയല്ലേ കഴിവുള്ളൂ എന്ന് ചിന്തിക്കുന്നതോടുകൂടി തന്നെ ഞാൻ പോരല്ലോ. നേരെ ചിന്തിച്ച് എന്തായി? ആഗ്രഹത്തിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന, സ്വപ്നത്തിന് ഒരു എതിരെ നിൽക്കുന്ന ചിന്താ ശൈലിയിലേക്ക് മാറി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, അതെങ്ങനെയാ എനിക്ക് സാധ്യമാകാതിരിക്കുക എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. യെസ് ഓർ നോ? അതെനിക്ക് എങ്ങനെ നേടാൻ കഴിയില്ല എന്ന വഴിയെക്കുറിച്ച്, എനിക്ക് നേടാൻ കഴിയും എന്ന വഴിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എനിക്ക് എങ്ങനെ നേടാൻ കഴിയില്ല എന്ന വഴിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് ആവശ്യമില്ലാത്ത ചിന്തയാണ്. ആ വഴിയല്ല നിങ്ങൾക്ക് വേണ്ടത്, ആ റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്, നോട്ട് ഹൗ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. എങ്ങനെ അത് കിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത്. സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് യുവർ ഗോൾ. മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്? സോ ഡോണ്ട് ഡു ദാറ്റ്, ലെറ്റ് ഗോ. എനിക്കത് കിട്ടിയാൽ മതി, ഓ എനിക്കത് കിട്ടിയാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ മതി എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? മതി, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, അത് മതി, ദാറ്റ്സ് ഇനഫ്. ഒന്ന് കമന്റ് ചെയ്യും, എനിക്കത് കിട്ടിയാൽ മതി, എനിക്കത് റിസൾട്ട് കിട്ടിയാൽ മതി. ജസ്റ്റ് ഓൾ ഐ നീഡ് ഈസ് ഐ വാണ്ട് ദാറ്റ്. സോ അങ്ങനെ മതി എന്ന് പറയുമ്പോൾ, എനിക്ക് അത് മതി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡോറ് തുറക്കുകയാണ്. എന്ത്? അവസരങ്ങളുടെ ഡോറ് തുറക്കുകയാണ്. അതായത് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിത വിജയവും വളർച്ചയും ഉയർച്ചയും സമ്പത്തും നല്ല വ്യക്തികളും നല്ല ആശയങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാതിൽ തുറക്കുന്നു. ആ ഗേറ്റ് തുറന്നിട്ടു, വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദാറ്റ് വിൽ കം. അതിന് പകരം മറ്റേത് ചിന്തിക്കുമ്പോൾ ആ ഗേറ്റ് അവിടെ ഒന്നുകൂടി ഗേറ്റ് അടക്കാണ്. 2 ഗേറ്റ്, 3 ഗേറ്റ്, 4 ഗേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദാറ്റ്സ് എനഫ്. നമുക്കത് കിട്ടിയാൽ മതി. നല്ല അറിവുകൾ, നല്ല ആശയങ്ങൾ, നല്ല വഴികൾ, നല്ല സംഭവം. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്തിട്ട്, യു ഓപ്പൺ യുവർ സെൽഫ്. പ്ലീസ് ഓപ്പൺ യുവർ സെൽഫ്. ഡോണ്ട് ക്ലോസ്, ഡോണ്ട് തിങ്ക് ടു മച്ച്.
Shut up your bloody brain. Just shut up. Tell your brain to shut up. അത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ ഒന്ന് മിണ്ടാണ്ടിരുന്നു. നീ എന്തിനാ ഇതിനെ കുറിച്ച് ആലോചിക്കണേ? നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് 5 കോടി വേണം, 10 കോടി വേണം, അല്ലെങ്കിൽ നിനക്ക് സമ്പത്ത് വേണം, നിനക്ക് നല്ല ജീവിതം വേണം. അതിനെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ 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 ഇങ്ങനെയല്ലേ, ഞാൻ അങ്ങനെയല്ലേ, എനിക്ക് എങ്ങനെ നേടാൻ പറ്റും, ഇതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ. You got it? Then train your brain. That's how you train your brain. നിങ്ങൾ എന്ന് വെച്ചാൽ പറയുക, റിമൈൻഡ് ചെയ്യുക. ജസ്റ്റ് ക്യാൻസൽ, ലെറ്റ് ഇറ്റ് ഗോ. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഗോ. I let go. I choose to let go all the negativity, all the limitations. അടുത്ത വേർഡ് അതാണ് നിങ്ങൾ പറയേണ്ട, നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യേണ്ട മൈൻഡ് സെറ്റ് അതാണ്. I choose to let go all the negativity, all the conflicts, all the limiting factors from my life. എൻ്റെ ലൈഫിൽ എൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും, എല്ലാ നിഷേധാത്മക ചിന്തകളെയും, എല്ലാ അനാവശ്യമായ ചിന്തകളെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിച്ചോടാം. ക്യാൻ വി ഡു ദാറ്റ്? ഹായ് അഷ്റഫ്. ഹായ് അഷ്റഫ് വെല്ലുവമ്പുറം, സുഖാണോ? എന്റെ പഴയ സ്റ്റുഡന്റാ, ചാർജിലെ സ്റ്റുഡന്റാ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ ലെറ്റ് ഗോ ചെയ്യുക. യു ജസ്റ്റ് ലെറ്റ് ഗോ. ലെറ്റ് ഗോ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വിട്ടുകളയുക. എന്ത് നിങ്ങൾക്ക് വേണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വാട്ട് ഡു യു വാണ്ട് ഔട്ട് ഓഫ് യുവർ ലൈഫ്? ഓക്കെ, അത് മതി. നേരത്തെ പറഞ്ഞ പോലെ അത് മതി, നമുക്കത് മതി, അത് കിട്ടിയാൽ മതി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് അതിലേക്ക് നമ്മൾ പതിയെ 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 നടന്നെടുക്കും. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഈ വേണ്ടതിനെ കുറിച്ച് എത്രയാണ് ചിന്തിക്കേണ്ടത്? സയന്റിസ്റ്റുകൾ പറയുന്നത് ഒരു ദിവസം നമ്മുടെ മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ 36,000 മുതൽ 60,000 ചിന്തകൾ കടന്നു പോകും. ഈ ചിന്തയിലെ 80% ചിന്തയും എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വീണ്ടും ഒരു റിമൈൻഡറാണ്. വീണ്ടും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മറന്നു പോകുന്നുണ്ടോ നമ്മൾ? അല്ലെ, മറന്നു പോകുന്നുണ്ടോ? നമുക്ക് വേണ്ടാത്തതിനെ കുറിച്ച് ചിന്തിച്ചു പോകുന്നുണ്ടോ? പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. സോഷ്യൽ മീഡിയ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്? ആണോ? അല്ല. നമ്മൾ എവിടെ ഇപ്പൊ സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾ എന്തിലാണ് ചെലവഴിക്കുന്നത്? ഏത് വിഷയങ്ങളിലാണ് ചെലവഴിക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത്? നിങ്ങളുടെ ചിന്ത ചെലവഴിക്കുന്നത് എവിടെയാണ്? ആ ചിന്ത ഉപയോഗിച്ച് എന്ത് പ്രവർത്തികളിലാണ് ഏർപ്പെടുന്നത്? സോഷ്യൽ മീഡിയയിലാണോ? ഇൻസ്റ്റഗ്രാമിലാണോ? റീൽസിലാണോ? കോമഡികളിലാണോ? തമാശകളിലാണോ? അതല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളുടെ, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വർക്കിലാണോ? പ്രശ്നങ്ങളിലാണോ? ബുദ്ധിമുട്ടുകളിലാണോ? നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലാണോ? കാരണം നമ്മളൊക്കെ മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റിയിലേക്കും ഡ്രാമയിലേക്കും പെട്ടെന്ന് വലിച്ചിഴക്കപ്പെടും. കാരണം ഡ്രാമയ്ക്ക് അത്രയ്ക്കും പവറുണ്ട്. നമ്മളൊക്കെ ഡ്രാമകളിലേക്ക് പെട്ടെന്ന് വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളൊരു കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, നല്ല ഭംഗിയുള്ള, പുറത്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്, കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു. പക്ഷെ നിങ്ങൾ കാറിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. പക്ഷേ ആ പോകുന്നതിന് വഴിക്ക് പെട്ടെന്ന് നിങ്ങളൊരു ആക്സിഡന്റ് കാണുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ സീറ്റിൽ ഒന്ന് എണീറ്റ് അല്ലെങ്കിൽ ഡോറിലൂടെ പുറത്തേക്ക് തലയിട്ടെങ്കിലും നോക്കാൻ ശ്രമിക്കും. അതായത് നേരത്തെ നല്ല ഭംഗിയുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പുറത്തേക്ക് തലയിട്ടിങ്ങനെ നോക്കുന്ന സംഗതി, അത് വല്ലാണ്ട് ആസ്വദിക്കുന്ന സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. പോസിറ്റീവായ കാര്യങ്ങളെക്കാട്ടിലും ഒരു നെഗറ്റീവായ കാര്യത്തെക്കുറിച്ച് കണ്ടപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തു? പുറത്തേക്ക് തലയിട്ട് വല്ലാണ്ട് വണ്ടി നിർത്ത് എന്ന് വരെ ചിലപ്പോൾ പറഞ്ഞു വരും.
ആവേശം നമ്മുടെ ബ്രെയിനിന് ഷോക്കിംഗ് ആയ കാര്യങ്ങൾക്ക്, നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിന് താല്പര്യം കൂടുതലുണ്ടാകും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുക, നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നോക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്, അത് ഒഴിവാക്കുക. ടു ഹണ്ട് ഡൗൺ യുവർ ഗോൾ ഫസ്റ്റ്, ലെറ്റ് ഗോ ഓൾ ഓഫ് ദോസ് ഹാബിറ്റ്സ്. അടുത്തത്, ഗോളുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൂ ഈസ് യുവർ റിലേഷൻഷിപ്പ്? നിങ്ങളുടെ ബന്ധങ്ങൾ ആരാണ് എന്നുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ അവരുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുക. നിങ്ങൾ അവരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ ആരാണ്? നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് ഇതേപോലെ സഹായിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ? ബന്ധങ്ങളുണ്ടോ? നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ടോ? ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന, അപ്ലിഫ്റ്റ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന. എന്താ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് വളരാത്തത്? എന്താ നിങ്ങൾക്ക് വലിയ ബന്ധങ്ങളിലേക്ക് അങ്ങോട്ട് എത്താത്തിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു ഇതിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കണം? പുതിയത് ബിൽഡ് ചെയ്യണം, അടുത്ത ലെവലുള്ളത് ബിൽഡ് ചെയ്യണം. വലിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാവണം. പുതിയ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന, പുതിയ നിങ്ങളെ വളർത്തുന്ന, നിങ്ങൾ എന്ത് ലൈഫാണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിലവിലുള്ള ബന്ധങ്ങളിൽ കുറച്ചൊക്കെ സമയം ചെലവഴിക്കുന്നത്, നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന ചില ബന്ധങ്ങളുണ്ടെങ്കിൽ, വഴിതെറ്റിക്കുന്ന ബന്ധങ്ങളുണ്ട് എങ്കിൽ, നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക, പുതിയ ബന്ധങ്ങൾ ബിൽഡ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം. യു ഹാവ് ടു ക്രിയേറ്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നു? യു ഹാവ് ടു ക്രിയേറ്റ് വാട്ട് യു വാണ്ട്. അപ്പോ പറഞ്ഞതുപോലെ എന്താ വെച്ചാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സൗഹൃദ ബന്ധങ്ങൾ നമ്മളുടെ ബ്രെയിനിനെ ബാധിക്കും, നമ്മുടെ ചിന്തകളെ ബാധിക്കും, നമ്മുടെ ചിന്തകളെ ഷേപ്പ് ചെയ്യും. നമ്മൾ ആരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നുവോ, ആരുടെ കൂടെ കോഫി കഴിക്കുന്നുവോ, ആരുടെ കൂടെ ചർച്ചകളിൽ ഏർപ്പെടുന്നുവോ, അവരുടെ അതേ ആശയങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കയറിക്കൂടും. വലിയ ആശയങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കയറിയാൽ മാത്രമേ വലിയ ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. വിജയിക്കുന്നതിനുള്ള വേണ്ട ആശയങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കയറി കൂടിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുള്ളൂ. കാരണം അപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിന് ചേഞ്ച് ആവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ വേണം, അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കണം, അത്തരത്തിലുള്ള പുതിയ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ കാണാം നമുക്ക്, യൂട്യൂബർമാരായിക്കോട്ടെ, ഇവരൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പുതിയ പുതിയ വലിയ ഒരേപോലെ ചിന്തിക്കുന്ന പുതിയ ബന്ധങ്ങളും കൊളാബറേഷൻസും ഒക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇവർ സ്റ്റാർട്ട് ചെയ്തത് ചെറിയ സ്റ്റേജിൽ നിന്നായിരിക്കും, പക്ഷെ ഇവർ വർക്ക് ചെയ്ത് ഇവർക്ക് പുതിയ ബന്ധങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു റീച്ച് ഔട്ട്, യു ഹാവ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ആൾക്കാരോട് ചോദിക്കണം, ഹെൽപ്പ് ചോദിക്കണം. ആസ്ക് ആൻഡ് സപ്പോർട്ട് ഹെൽപ്പ്, പ്രൊവൈഡ് ഹെൽപ്പ്. അവർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണം? ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? എന്നിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവരുമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ചേഞ്ച് ആവും. കാരണം അവരിൽ നിന്നുള്ള ആശയങ്ങൾ, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നുവോ അവരുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കും. നമ്മളുടെ ചിന്തകളിലേക്ക്, ചിന്താമണ്ഡലത്തിലേക്ക്, നമ്മളുടെ ആ ഒരു ചിന്താമണ്ഡലത്തിലേക്ക് അവരുടെ ചിന്തകളുടെ തരംഗങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നമ്മളിലേക്ക് പ്രവേശിക്കുകയും, കാരണം ആ ചർച്ചകളിൽ, ആ ആശയങ്ങളിൽ നിങ്ങൾ ആശയ കൈമാറ്റം നടത്തുന്നുണ്ട്. അവരുടെ ആശയം നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കേൾക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. ഇപ്പൊ സംസാരിക്കുന്നതിന് എന്തിനെ കുറിച്ചാ? വെറും നിലവാരമില്ലാത്ത തമാശകളെ കുറിച്ച് മാത്രമാണോ? ടൈം പാസുകളെ കുറിച്ച് മാത്രമാണോ? പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണോ? ഒരു വാല്യൂ ഇല്ലാത്ത, ലൈഫ് ചേഞ്ച് ആവാത്ത, ഗുണം ലഭിക്കാത്ത പ്രശ്നങ്ങളിലേക്ക് മാത്രം പോകുന്ന ഒരു സംഗതിയിലേക്ക്, അത്തരത്തിലുള്ള ചർച്ചകളാണോ നടക്കുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്?
സ്വപ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, ഗോളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, ശീലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, നല്ല ചിന്തകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എത്ര സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട്? നിങ്ങൾ എത്ര സമയം അതുപോലെ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്? ഇല്ല എന്നുണ്ടെങ്കിൽ it is high time to change. If you are the smartest person in the group, it is high time to leave the group and find a new one. പറയാ റോബിൻ ശർമ്മ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. അതായത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകണം, പുതിയ ഗ്രൂപ്പിനെ കണ്ടെത്തണം. നിങ്ങൾ വീക്ക് ആയിട്ടുള്ള, നിങ്ങളെക്കാട്ടിലും സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ, അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെ മീറ്റപ്പിൽ നിങ്ങൾ വരണം, നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ വരണം, ചർച്ചകളിൽ പങ്കെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ചിന്തകൾ, ആശയങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് വലിയ നെക്സ്റ്റ് ലെവൽ ചിന്തകളിലേക്ക് നമ്മൾ എന്തെങ്കിലും എത്തിച്ചേരണം. യൂട്യൂബിൽ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, അത്തരത്തിലുള്ള കാണാം. നല്ല ആശയങ്ങളിലേക്ക് ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കാം. ഇത് മാത്രം പോരാ, യു നീഡ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട് സർക്കിൾ വേണം. ഏതാ ഞാൻ ഒന്നുകൂടെ പറയേണ്ടത്? മീറ്റപ്പ് എന്ന ഡേറ്റ് അല്ലേ? അറിയിക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങളിൽ തിരക്കിലായതുകൊണ്ടാണ്. കുറച്ച് കാര്യങ്ങളിൽ ഫൈനലൈസേഷൻ ഉണ്ട്. കാരണം മീറ്റപ്പ് നടത്തുമ്പോൾ അത് എങ്ങനെ നടത്തണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും എക്സിക്യൂഷനൊക്കെ എക്സിക്യൂട്ട് ആയിട്ട് നടത്താനുണ്ട്. അപ്പൊ അത് നടത്തേണ്ടതിന്റെ കുറച്ച് പ്ലാനിങ്ങിലും സംഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. എനിവേ, ഇറ്റ് വിൽ ബി അനൗൺസ്ഡ് സൂൺ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ, കോഴ്സുകളിലേക്ക് വരിക, ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരേപോലെ ചിന്തിക്കുന്ന, വിജയിക്കുന്നവരെ പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരിക. ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ നടക്കും. അപ്പൊ നമ്മളുടെ ഒരു 1 day ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ എന്ന് പറയുന്ന 1 day പ്രോഗ്രാം നടക്കുന്നുണ്ട്. എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണ്? ഓഫ്ലൈൻ പ്രോഗ്രാം വരുന്നുണ്ട്. 1 day രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കാര്യങ്ങൾ പഠിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കം. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അതിലേക്ക് വരണം. അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അറിയിക്കും. ഓക്കെ, സോ കം ആൻഡ് ജോയിൻ ആൻഡ് ബിൽഡ് കണക്ഷൻസ്. നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടി ആയിട്ട് നമുക്ക് മാറണം. ടൈം എടുക്കും, സാവധാനം നമുക്ക് ചെയ്യാം. നെവർ ലൂസ് ഹോപ്പ്. ഇറ്റ്സ് ഓക്കെ. 1 step at a time നമ്മൾ ബിൽഡ് ചെയ്യും. നിങ്ങൾ ഈ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പതിയെ ബിൽഡ് ചെയ്യും. വീണ്ടും പഠിച്ച് അവയർനെസ് കൂട്ടിക്കൊണ്ടുവന്ന് നല്ല രീതിയിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ആൻഡ് വി വിൽ ഡു ഇറ്റ്. No doubt about that. We can do it. Okay. So wish you all the very best. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? How was session? Today's session? Yes. How was it? Was it helpful? Very useful. Afis പറയുന്നു. Okay, very nice. Thank you so much. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി Q&A സെഷനിലേക്ക് കടക്കാം. ബിസിനസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ബിസിനസ് പ്രോഗ്രാമുകളും വരുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ ഓൺ ദ വേ. വെരി ഹെൽപ്ഫുൾ. ഫീൽ കിട്ടി, വെരി ഹെൽപ്ഫുൾ. മെഡിറ്റേഷൻ സൂപ്പർ ആണ്. സീന, താങ്ക് യു. ശ്യാമല സിത സൂപ്പർ. നുസ്രത്ത് ഹെൽപ്ഫുൾ, വെരി ഹെൽപ്ഫുൾ, താങ്ക് യു. പ്രൊഡക്റ്റീവ്. ഫഹീമ, ഓക്കെ. അപ്പോൾ അവയർനെസ് നമുക്കിങ്ങനെ മറന്നു പോകുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നിങ്ങളൊന്ന് ട്രാക്കിലേക്ക് ആക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലരിത് ബോറടി ആയിട്ട് തോന്നുന്നുണ്ടാവും. ഇതൊക്കെ ഒരുപാട് കേട്ടതാണ്, ഒരുപാട് തവണ പറയുന്നു. അല്ല, ഇത് മനഃപൂർവ്വം പറയേണ്ടതാ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാ. ഇടിച്ച് ഇറക്കുക. ഇതൊരു പ്രാക്ടീസാണ്. റെപ്പിറ്റീഷൻ ഇസ് എ പ്രാക്ടീസ്. റെപ്പിറ്റീഷൻ ഇസ് നോട്ട് ബോറിംഗ്. റെപ്പിറ്റീഷൻ ഇസ് പ്രാക്ടീസ്. റെപ്പിറ്റീഷൻ ഇസ് നോട്ട് ബോറിംഗ്. ഇഫ് ഇറ്റ് ഈസ് ബോറിംഗ്, യു ആർ എ ലേസി ആസ്. മടിയനാണ്. നിങ്ങൾക്കിത് റിപ്പീറ്റഡ് ആയിട്ട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിയനാണ്, കുഴി മടിയനാണ്, നിങ്ങൾ തെറ്റായ ട്രാക്കിലാണ്. നിങ്ങളാണ് ഈ ക്ലാസ് എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കേണ്ടത്. ഹലോ. സോ റിപ്പീറ്റേഷൻ ഈസ് മാസ്റ്ററി. റിപ്പീറ്റേഷൻ ഈസ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ്. റിപ്പീറ്റേഷൻ ഈസ് പ്രാക്ടീസ്. ആൻഡ് റിപ്പീറ്റഡ് പ്രാക്ടീസ് makes consistency, and consistency creates success. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് ആണ് നമുക്ക് കൺസിസ്റ്റൻസി തരുള്ളൂ. ആ കൺസിസ്റ്റൻസിയാണ് നമുക്ക് എന്ത് തരുന്നത്? സക്സസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഫൂളിഷ്നെസ്,
This is not a lack of subjects. This is not a lack of content. This is not like, I am doing it purposefully. പർപ്പസ്ഫുള്ളി ഞാൻ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ പല വിഷയങ്ങളും വീണ്ടും വീണ്ടും എടുക്കുന്നത്. ബിക്കോസ് യു നീഡ് ദിസ്. ഒരുപാട് അറിവല്ല വേണ്ടത്, സെയിം അറിവ് പലതവണ ലഭിക്കണം, ഉള്ളിലേക്ക് ഇറങ്ങണം, ആ അവയർനെസ് നിലനിൽക്കണം. വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറ്റും 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 യെസ് പറ്റും, യെസ് പറ്റും, നടക്കും. ആദ്യം ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും ഓണം, വീണ്ടും ട്രാക്കിലേക്ക്, വീണ്ടും ട്രാക്കിലേക്ക്. കുറച്ച് ദിവസം നിങ്ങൾ ട്രാക്ക് തെറ്റും, വീണ്ടും ഞാൻ പിടിച്ചിട്ട് ട്രാക്കിലേക്ക് ഇടും. വീണ്ടും നിങ്ങൾ ട്രാക്ക് തെറ്റും, ഞാൻ പിടിച്ച ട്രാക്കിലേക്ക്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കുളത്തുനിന്ന് പുറത്തേക്ക് ചാടുന്ന മീനുകളാണ്, അപ്പൊ ഞാൻ പിടിച്ചിട്ട് കുളത്തിലേക്ക് ഇടും. That's how I have to do, and that's how I become a coach for you. നിങ്ങൾക്കൊരു കോച്ചായിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ട്രാക്ക് തെറ്റുമ്പോൾ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ടോ? That's how you do it. And this is love. This is support. This is caring. This is caring. This is support. This is love. സ്നേഹമാണിത്, കെയറിംഗ് ആണിത്, നിങ്ങൾക്കുള്ള സപ്പോർട്ടാണ്, നിങ്ങളോടുള്ള കമ്പാഷനാണ്, കരുണയാണ്, ദയയാണ്, സപ്പോർട്ടാണ്, കെയറിംഗ് ആണ്. മനസ്സിലാക്കുക. സോ പ്ലീസ് സീ ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. നല്ല രീതിയിൽ ഉൾപ്പെടുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നതിനെക്കാട്ടിലും മറ്റുള്ളവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സംഗതി നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ശ്രമം തുടരുക. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ഗോൾ ചെയ്യും എന്നാണ് പറയേണ്ടത്, കിട്ടിയിരിക്കുന്നു എന്നാണോ? കിട്ടിയിരിക്കുന്നു എന്ന് പറയാം, പവർഫുൾ ആണ് കേട്ടോ, അതാണ് നല്ലത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. I care about you. I care about your success. I care about your transformation. I care about your problems. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കണം. അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, വീണ്ടും വീണ്ടും അവയർനെസ് തരുന്നത്, വീണ്ടും വീണ്ടും നിങ്ങളെ സേഫ് ആക്കിയിട്ട് ട്രാക്കിലേക്ക് കയറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടിലും പ്രാധാന്യത്തോട് കൂടിയിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ സ്വപ്നം നേടണമെന്നുള്ളത്. അപ്പൊ കുറച്ചെങ്കിലും അതിനെ റെസ്പെക്ട് ചെയ്യും, എന്നിട്ട് പണിയെടുക്കുക കേട്ടോ. ആ ഒരു ചിന്തയെങ്കിലും ഉണ്ടാവട്ടെ. ഇത്രയൊക്കെ പണിയെടുത്ത് തരുന്നില്ലേ, ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നില്ലേ, എനിക്ക് വേണ്ടിയെങ്കിലും അച്ചീവ് ചെയ്യും. എൻ്റെ ഈ എഫേർട്ടെങ്കിലും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അച്ചീവ് ചെയ്യും. ഓക്കെ, ഡു ഇറ്റ്. നമ്മൾക്ക് ഒരുപാട് പണിയെടുക്കാണ്. അത് വന്നിട്ട് വെറുതെ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല. എവ്രി ഡേ എനിക്കിത് വന്നിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സോ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. പ്ലീസ് ഡു യുവർ ബെസ്റ്റ് and achieve and tell me the stories. എന്നിട്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവായ ആൾക്കാരിലേക്ക് വിശ്വസിപ്പിക്കണം. ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ആൾക്കാരെ പോസിറ്റീവാക്കി കൊണ്ടുവരണം. ഈ ലോകത്തെ പോസിറ്റീവാക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ, സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ, കെയറിംഗ് ഉണ്ടാകുമ്പോൾ, ദാറ്റ്സ് എനഫ്. സോ നിങ്ങളുടെ സ്റ്റോറീസ് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? നാളെ ഇൻസ്പയറിംഗ് ആയി മാറണം. നിങ്ങൾ ആരാവും, എന്താവും, എവിടെയായിരുന്നു നിങ്ങൾ എന്നുള്ളത് പറയണം ഇവിടെ വന്നിട്ട്. സോ ആർക്കെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം പങ്കുവെച്ചോളൂ, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. നിങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മോർണിംഗ് ക്ലാസ്സിൽ വന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഓക്കെയാണ്. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. What are you feeling? Share your feelings. Hello, good morning, sir. Problems, whatever it is. Yeah, good morning. എൻ്റെ പേര് ഹസീന. ഹസീന പറഞ്ഞോളൂ. ഞാനിങ്ങനെ മൈൻഡ് പവർ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഇപ്പൊ അടുത്താണ് സാറിന്റെ ക്ലാസ് പരിചയപ്പെട്ടത്. നല്ല യൂസ്ഫുൾ ആണ്. രാവിലെ തന്നെ നല്ല മോട്ടിവേഷൻ അല്ല, മെഡിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോ തന്നെ മൈൻഡ് ക്ലിയർ ആയി. നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു പോസിറ്റീവ് വൈബായി. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് കിട്ടി. അതേപോലെ തന്നെ എന്നാ ജോയിൻ ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ? ഞാൻ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഗ്രൂപ്പിൽ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, എവിടെ? ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കണ്ടത്? റഫീഖ് സാറിന്റെ അതുവഴിയെ പരിചയപ്പെട്ടത്. ഓക്കെ 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 ഓക്കെ, ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്. ശരി ശരി ശരി, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. എവിടെ സ്ഥലം? സ്ഥലം തൃശ്ശൂര്. തൃശ്ശൂരാണ്. എന്താ ചെയ്യുന്നത്? നിലവിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഭയങ്കര നെഗറ്റീവാണ് ചിന്തകളൊക്കെ, കാര്യങ്ങളും.
ഉം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അസുഖത്തിനെ പറ്റിയിട്ട്. അസുഖം എന്നുള്ള ഒരു തോട്ട് ഇങ്ങനെ ആ വന്നോണ്ടിരിക്കുകയാണ് മെയിൻ. ഓക്കെ. അപ്പൊ അതൊന്ന് ഇടയ്ക്ക് ഇതേപോലെ ക്ലിയർ ആവും, പിന്നെ ആ ട്രാക്കിന്ന് പോവും. അപ്പൊ സാറിനെ പോലെ ആരെങ്കിലും ഇതുപോലെ പിടിച്ചിടണം പിന്നെ വീണ്ടും ട്രാക്കിൽ. അല്ല അത് അതാണ്. അതെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് കയറിക്കോളൂ കേട്ടോ. കാരണം ഓക്കെ. വർഷങ്ങളായുള്ള പ്രോഗ്രാമിംഗ് ആണ്. അത് ചേഞ്ച് ആവാന്ന് പറയുന്നത് കുറച്ച് സമയം എനിക്കറിയണ്ട, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ളവരെ കാണും. അങ്ങനെ അത് മൈൻഡിലെല്ലാം കേറിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട്. പറ്റുമെങ്കിലേ നമ്മളുടെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിനൊക്കെ ഒന്ന് വരിക. ഓക്കെ, ഇൻഷാല്ലാ. എന്നിട്ട് ആ പ്രോഗ്രാമിന് വരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറാപ്പി ചെയ്യുന്നതോടുകൂടി ഈ സംഗതികളൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തു. ഓക്കെ സർ. അപ്പം ഓഫ്ലൈൻ പ്രോഗ്രാമിന് വരുന്നതായിട്ട് മനസ്സിൽ കാണും. ഓക്കെ, മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് പ്രോഗ്രാമിന് വന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി? താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, മനസ്സിലത് വിഷ്വലൈസ് ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യണം, ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിട്ടും നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ടി തെറാപ്പി ചെയ്യുന്നതായിട്ടും ആ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാം പഠിക്കുന്നതായിട്ടും എന്നിട്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതായിട്ടും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങൾ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നു, ബുക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രോഗ്രാമിലേക്ക് വരുന്നു, അവിടെ പങ്കെടുക്കുന്നു, പഠിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് തെറാപ്പി ചെയ്തു തരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതെല്ലാം ഹീൽ ചെയ്ത് നിങ്ങളുടെ ട്രോമയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലേക്ക് രക്ഷപ്പെട്ട് ക്ലിയർ ആയിട്ട് പോകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക. എന്നിട്ട് പുതിയ ലൈഫ് ജീവിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു തെറാപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ചായി മാറി വരാനുള്ള ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, ഫിന ക്ലാസ്സുകൾ എന്തെങ്കിലും ഇങ്ങനെ ഓൺലൈനിൽ മാത്രം കേട്ടാൽ പോരാ. പെർഫെക്റ്റ് സൊല്യൂഷൻസ്, പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് തെറാപ്പി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആരാണെങ്കിലും ഇതുപോലെ ഏത് പ്രോബ്ലംസ്, കുറേ കാലങ്ങളായിട്ട് ക്ലാസ് കേട്ടു, കുറേ കാലങ്ങളായിട്ട് പലതും കേൾക്കുന്നുണ്ട്, കുറേ കാലങ്ങളായിട്ട് പലതും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു റിസൾട്ട് നമുക്ക് എത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരിട്ടുള്ള ഒരു ക്ലാസ്സിന് പങ്കെടുക്കണം, ഞാൻ നേരിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, എന്നിട്ട് തെറാപ്പി ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ആ റിയാലിറ്റി, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ ഒരേ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക, വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിക്കുക എന്നുള്ളതിനെയാണ് പറയുന്നത് എന്ത്, വട്ട് എന്നുള്ളത്. ഓക്കെ, അതിന് പറയുന്ന പേരാണെന്ന് വെച്ചാൽ വട്ട്. അന്നോ മനസ്സിലായോ? അതായത് ബുദ്ധിയില്ലായ്മ, നമ്മൾ മണ്ടത്തരം എന്ന് പറയും. മണ്ടത്തരം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് ചെയ്യരുത്. സ്ഥിരമായിട്ട് എന്ന് വെച്ചാൽ ഒരേ കാര്യം ചെയ്യുക, വ്യത്യസ്തമായ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. കുറേ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ ചില സമയത്ത് നമ്മൾ കോഴ്സ് കറക്ഷൻ നടത്തണം, വേറൊരു രീതി ട്രൈ ചെയ്യണം. യു ഗോട്ട് ഇറ്റ്? സോ എനിവേ, താങ്ക് യു സോ മച്ച്. മറക്കരുത്, നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാം വരും. ഓഫ്ലൈൻ പ്രോഗ്രാം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, കം ആൻഡ് ജോയിൻ ആൻഡ് ലേൺ ഫ്രം അസ്, ഡു ദ തെറാപ്പി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, സോ നെക്സ്റ്റ് എനിബഡി, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് ഷഹാന, സർ. യെസ്, അഷ്റഫ് പറഞ്ഞോളൂ. എന്താ സർ പറഞ്ഞോളൂ. വിശേഷം? ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ പിന്നെ കേറുന്നത്. ഞാൻ നമ്മളെ ചാർജറിന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇതിന്റെ ലിങ്ക് കണ്ടപ്പോ കയറിയതാണ്. പിന്നെ എനിക്കും ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. കാരണം ചാർജിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാനൊക്കെ 360 ഡിഗ്രി മാറ്റം വന്നത്. അത്രയും നെഗറ്റീവ് ആയിരുന്നു ആ 2018 കാലഘട്ടത്തിലൊക്കെ. ഇപ്പോ പിന്നെ നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സിന് ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ ഒരുപാട് റിസൾട്ട് മാറ്റം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് അഷ്റഫ് ഫോർ ഷെയറിങ് യുവർ ഫീഡ്ബാക്ക്. അഷ്റഫ് നമ്മളുടെ 2018 ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റുഡൻ്റ് ആണ്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള വ്യക്തികളിൽ, 100ഓളം വ്യക്തികളിൽ ഒരാളാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. എന്തായാലും വളരെയധികം സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ മറ്റൊരു വിഷയമായിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൗണ്ട് കേട്ടിട്ട് ഒരു പരിചയം തോന്നുന്നുണ്ടോ? സൗണ്ട് കേട്ടിട്ട് പരിചയം തോന്നുന്നുണ്ടോ? അഷ്റഫ് മൈക്ക് എടുത്തുകൊണ്ട് മാത്രം എടുക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആളാണോ?
അല്ല, റഹൂമിയാണ് മലപ്പുറത്ത് നിന്ന്. ആ റഹൂമി നമ്മുടെ ചാർജിലെ പ്രോഗ്രാമിലെ ആളാണ്. ഓക്കെ, ശരി റഹൂമി പറഞ്ഞോളൂ. അഷ്റഫ് മൈക്ക് എടുത്തതാണെന്ന് പറഞ്ഞ എന്താ വെച്ചാല്, ഞാനും അഷ്റഫും എപ്പോഴും ഫോണിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആ അപ്പൊ അതുകൊണ്ട് മാത്രം മൈക്ക് എടുത്താണ്. ഓഫ്ലൈൻ പരിപാടിയിൽ പങ്കെടുത്താൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവുമെന്ന് അനുഭവിച്ചറിഞ്ഞ ആളുകളിൽ പെടുന്ന ഒരാളും കൂടിയാണ്. യെസ് 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 റഹൂമി ഇതേപോലെ നമ്മളുടെ ചാർജ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന മറ്റൊരു മെമ്പറാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വളരെയധികം സന്തോഷം. എന്തായാലും നമുക്ക് എന്ന് വെച്ചാൽ അധികം വൈകാതെ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കണം. നമുക്ക് ചാർജിന്റെ ഒരു മീറ്റപ്പ് വെക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. പ്ലാൻ ചെയ്തോളൂ, ഡിസ്കസ് ചെയ്തോളൂ, നമുക്ക് ചാർജറോട് സംസാരിക്കണം എപ്പോഴും ഞാൻ അഷ്റഫൊക്കെ ഫോണിൽ സംസാരിക്കുന്നതാണ്. ഫോണിൽ സംസാരിക്കലുണ്ട്, ഞങ്ങൾ നേരിട്ട് ഇരിക്കാറുണ്ട് പല സമയങ്ങളിലും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് അഷ്റഫ്. അപ്പം ആൻഡ് റഹൂബി, വളരെയധികം സന്തോഷം. ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ അപ്പൊ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, അതേപോലെ മൈൻഡ് പവർ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, മറക്കരുത്. നിത്യ, ജുവൈന, അഷ്ന, ഇങ്ങനെയുള്ള ഓരോ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, ജെറി ജോർജ് സാർ, ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ ഉണ്ട്. ആ ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് പോകണം. നിങ്ങൾക്ക് നൽകുന്ന ഓരോ ടാസ്കുകളും നിങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക. ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കട്ടെ. പുതിയ ഹാബിറ്റ്സുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. അതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പുതിയ റുട്ടീൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. അതിന് സാധിക്കട്ടെ മാത്രം പറയുന്നു. താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നല്ല ചിന്തകൾ മാത്രം, ഇന്ന് പറഞ്ഞതുപോലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ കൊടുക്കുക. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്? ചേഞ്ച് യുവർ സ്റ്റോറി, ഓക്കെ, ഇംപ്രൂവ് യുവർ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, അതേപോലെ അഫർമേഷൻസ് പറയാൻ അല്ലെ, അഫർമേഷൻസ് പറയണമെന്ന് പറഞ്ഞു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ശ്രദ്ധിക്കുക, വാട്ട് യു ആർ പുട്ടിങ് ഇൻസൈഡ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്താണോ കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വൺസ് അഗൈൻ. ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. Thank you so much. You're welcome.